Okay, so this is the periodic table: hydrogen, helium, lithium, beryllium, boron, carbon, nitrogen, blah blah blah. So the thing is that each of these has one electron more than the other. So hydrogen has one electron, helium has two electrons, lithium has three, beryllium has four, and so on. Neon has 8, neon has 10, sodium has 9, like that. So there's this thing called shells. Electrons go around in shells. There are like basically a few shells around an electron based on how many electrons there are. So hydrogen has only one electron and it revolves around in this small shell, and this small shell can occupy a maximum of 2 electrons. That's when it's most stable. So helium has 2 electrons in the small shell, so it's very stable. So it's called a noble gas. This is called a noble gas. Noble gases are stable because it's like a symmetric structure, right? ഈ 2 ഇലക്ട്രോൺ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന ഷെല്ലിന് 8 ഇലക്ട്രോണെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 + 8 10, അതായത് നിയോണിനകത്ത് 10 ഇലക്ട്രോൺ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു സിമെട്രിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ നിയോൺ ഒരു നോബിൾ ഗ്യാസാണ്. പക്ഷെ നിയോണിൽ നിന്ന് 1 ഇലക്ട്രോണും കൂടിയതാണ് സോഡിയം N. അപ്പോൾ അതിന് 10 ഇലക്ട്രോൺസ് കൂടാതെ അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കൂടെ വരും. സിമിലർലി അതിൻ്റെ പുറകിലുള്ള എലമെൻ്റായിട്ടുള്ള ഫ്ലൂറിന് ഈ ഷെല്ലിൽ തന്നെ ഒരു ഇലക്ട്രോൺ ഇവിടെ ഇലക്ട്രോൺ ഇല്ല, ആ ഇലക്ട്രോൺ കുറഞ്ഞിട്ട് ഇരിക്കും. ഒരു ഇലക്ട്രോണിൻ്റെ മിസ്സിങ് ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ വരെയുള്ളൊരു ഹോളും കൂടെ ഇരിക്കും, അങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ 3 നോക്കുമ്പോൾ നിയോൺ ഓബ്വിയസ്ലി വളരെ സിമെട്രിക് ആൻഡ് സ്റ്റേബിളാണ്. അത് നോബിളാണ്, അത് നോൺ റിയാക്റ്റീവാണ്. സ്റ്റേബിളായിട്ടുള്ളൊരു റിയാക്റ്റീവ് അല്ലല്ലോ. എന്നുവെച്ചാൽ ഇങ്ങനെ റിയൽ ലൈഫിലാണെങ്കിലും വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആൾ വെറുതെ അരിശപ്പെടുത്തുകയും അതൊന്നും ചെയ്യത്തില്ല, വളരെ സ്റ്റേബിളായിട്ട് തന്നെ ഇരിക്കും. ദേ ആർ നോൺ റിയാക്റ്റീവ്. പക്ഷേ നീ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സോഡിയത്തിനാണെങ്കിൽ ഈ ഇലക്ട്രോണെ എടുത്ത് കളയുവാണെങ്കിൽ ഇറ്റ് അറ്റൈൻസ് എ സ്റ്റേബിൾ ഇലക്ട്രോണിക് സ്ട്രക്ചർ, റൈറ്റ്? അപ്പോൾ ഈ സോഡിയത്തിൻ്റെ താല്പര്യം എന്നാന്ന് വെച്ചാൽ ഈ പുറത്ത് ഈ ഒറ്റയ്ക്ക് കഴിക്കുന്ന ഇലക്ട്രോണെ എടുത്ത് കളയുകയാണെങ്കിൽ ഇറ്റ് ഗെറ്റ്സ് എ നോബിൾ സ്ട്രക്ചർ. സിമിലർലി ഫ്ലൂറിനാണെങ്കിൽ ഇവിടെ ഒറ്റ എണ്ണത്തിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോണെ കൂടെ കിട്ടുവാണെങ്കിൽ ഫ്ലൂറിൻ അറ്റൈൻസ് ഈ നോബിളായിട്ടുള്ള സ്ട്രക്ചർ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ബേസിക്കലി in a case that sodium and fluorine ever gets together, ഈ സോഡിയത്തിൻ്റെ ഈ എക്സ്ട്രാ ഇലക്ട്രോൺ ഈ ഫ്ലൂറിൻ്റെ ഈ ഒരു വേക്കൻസി ഇല്ലേ അതുമായിട്ട് അതിലേക്ക് കയറി ചെല്ലും. കാരണം സോഡിയത്തിന് പിന്നെ കളയാനും ഫ്ലൂറിന് ഒരു ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യാനുമാണ് മാക്സിമം താല്പര്യം. അപ്പോൾ അങ്ങനെ നടക്കുമ്പോഴത്തേക്കിന് അവർ തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ NaF എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ടും ഉണ്ടാകും, സോഡിയം ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടാകും. ഇത് രണ്ടും തമ്മിൽ ബോണ്ട് ഉണ്ടായിട്ട് ബോണ്ട് ഇസ് ഫോംഡ് ബൈ ഗിവിങ് വൺസ് ഇലക്ട്രോൺ ടു ദ അതർ പേഴ്സൺ ആൻഡ് ദേ ഫോം ദ ബോണ്ട്. അതാണ് ഒരു ടൈപ്പ് ഓഫ് ബോണ്ടിങ്. ഇറ്റ്സ് കോൾഡ് അയോണിക് ബോണ്ടിങ്. അയോൺ എന്നാന്ന് പറഞ്ഞാൽ ചാർജ് ഉള്ള ഒരു സാധനത്തിനാണ് അയോൺ എന്ന് പറയുന്നത്. There are 2 kinds of charges, plus charges and minus charges. പിന്നെ ന്യൂട്രൽ ചാർജസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി അത്ര അർത്ഥമാണ്. സോ ദാറ്റ്സ് വൺ കൈൻഡ് ഓഫ് ബോണ്ടിങ്. ദെൻ ദർ ഇസ് അത് ഈ നോബിൾ ഗ്യാസിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഈ ഫ്ലൂറിനും ക്ലോറിനും ലിത്തിയവും സോഡിയവും ഹൈഡ്രജനും ഒക്കെ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. ബട്ട് ഈ നടുക്കുള്ള എലമെൻറ്റ്സ് ഉണ്ടോ, അപ്പോൾ അതിനകത്തൊരു മെയിൻ ആളാണ് കാർബൺ. കാർബണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കാർബൺ ഈസ് ലൈക്ക് ദ 6th എലമെൻറ്റ്സ്, 6 ഇലക്ട്രോൺസ്. കാർബണിൻ്റെ ഇന്നർ ഷെല്ലിൽ 2 ഉണ്ട്, അതിൻ്റെ പുറത്തെ ഷെല്ലിൽ 4 വരെ ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാർബണ് നോബിൾ ഗ്യാസ് സ്ട്രക്ചർ അറ്റൈൻ ചെയ്യണമെങ്കിൽ അതിന് ഇനിയും 4 ഇലക്ട്രോണും കൂടെ വേണം. 4 ഇലക്ട്രോണും കൂടെ വേണം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കാർബണും 4 സോഡിയവും കൂടെ ചേർന്നിട്ടൊരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു കാർബണും ഇതിൻ്റെ ചുറ്റും 4 സോഡിയം കൂടെ വരും. പക്ഷേ ഈ സോഡിയം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു സാധനമാണ്.
മനസ്സിലായി, ഇങ്ങനെ വലിപ്പമുണ്ട്. അപ്പോൾ ഈ ചെറിയ കാർബണിൻ്റെ ചുറ്റും 4 സോഡിയത്തിന് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കഥ ഉണ്ടെന്ന് തോന്നുന്നു. 4 എണ്ണത്തിന് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ കാർബൺ അങ്ങനെയല്ല ബോണ്ടിങ് ചെയ്യണം. കാർബൺ ചെയ്യുന്ന ട്രിക്ക് എന്നാന്ന് വെച്ചാൽ, ഒരു ചെറിയ ആളെ എടുക്കും. ഇപ്പോൾ ഹൈഡ്രജൻ ഇവിടെ ഒരു ഇലക്ട്രോണായിട്ടിരിക്കുമല്ലേ. കാർബൺ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ 4 ഹൈഡ്രജന്മാരെ വിളിക്കും. 4 ഹൈഡ്രജന്മാരെ വിളിച്ചിട്ട് ഹൈഡ്രജന് ഒരു ഇലക്ട്രോണും കൂടെ കിട്ടുവാണെങ്കിൽ സ്റ്റേബിളാവും. കാർബണ് 4 ഇലക്ട്രോണും കൂടെ കിട്ടുവാണെങ്കിൽ സ്റ്റേബിളാവും. അപ്പോൾ കാർബൺ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ ബുദ്ധിപരമായിട്ട് ഇവരിങ്ങനെ കൊടുക്കുകയും മേടിക്കുകയല്ലേ, അതിന് പകരം കാർബൺ ഡസ് ഷെയറിങ്. കാർബൺ അതിൻ്റെ ഇലക്ട്രോണേയും ഹൈഡ്രജൻ്റെ ഇലക്ട്രോണേയും കൂടെ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്തിട്ട് കാർബൺ ഹാസ് ഫോംഡ് 1 2 3 4 5 6 7 8 and each of these hydrogens have 2 electrons in their orbit. So this is a stable thing. It is C and 4H is called CH4 is called methane. Methane is present in Appy gas. Okay, so this is like this is an organic compound. Organic ആയിട്ട് അപ്പിയിലുള്ള സാധനമാണ്, ഓർഗാനിക്കാണ്. ദീസ് ആർ ലൈക്ക് ഇൻഓർഗാനിക് സ്റ്റഫ്. കാർബണിൻ്റെ കോമ്പൗണ്ട്സ് ആർ കോൾഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇറ്റ്സ് കോൾഡ് കാർബണിൻ്റെ കോമ്പൗണ്ട്. ഓൾ കാർബൺ കോമ്പൗണ്ട്സ് ആർ ഓർഗാനിക് സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഈ കടയിൽ പോയിട്ട് ഓർഗാനിക് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇറ്റ് മീൻസ് ഇറ്റ് ഹാസ് എ കാർബൺ എന്ന്. ഇപ്പോൾ കാർബൺ ഇങ്ങനെ ഒത്തിരി സാധനം ഉണ്ടാക്കാം. കാർബൺ കൊണ്ട് ഒത്തിരി സാധനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ 2 കാർബൺസ് ഉള്ള സ്ട്രക്ചറാണെന്ന് ഓർത്ത്. ഇങ്ങനെ ഇവിടെ ഒരു സിയും 4Hഉം വരുന്നതിന് പകരം ഒരു 3Hഉം ഇവിടെ വേറൊരു കാർബണും അതിന് ചുറ്റും 3H, ഇങ്ങനെ വേണമെങ്കിൽ കോമ്പൗണ്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ഈ കാർബണും തമ്മിൽ ഇലക്ട്രോൺ ഷെയർ ചെയ്ത് കോമ്പൗണ്ട് ഉണ്ടാക്കാം. അപ്പോൾ അത് C2H6 ആവും. അതിനാണ് ഈത്തൈൻ എന്ന് വിളിക്കുന്നത്. ഈത്തൈൻ എന്ന് നീ കേട്ടിട്ടുണ്ട്. ഈത്തൈൻ കേട്ടിട്ടില്ലെങ്കിൽ C3H6 നീ കേട്ടിട്ടുണ്ട്. 3 കാർബൺ. C3H6 അല്ല, C3H8 ആണെന്ന് തോന്നുന്നു. C3H8 അതാണ് പ്രൊപ്പൈൻ. പ്രൊപ്പൈൻ നീ കേട്ടിട്ടില്ല? മറ്റേ പ്രൊപ്പൈൻ ഗ്യാസ്, ലൈറ്റർ, ടോർച്ച് കത്തിക്കുന്ന സാധനം അതുണ്ട്. അല്ലെങ്കിൽ C4 നീ ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ട്. C4H10 എന്ന് പറയുന്നത് ബ്യൂട്ടൈനാണ്. ബ്യൂട്ടൈൻ ഗ്യാസ്, ഫ്ലെയിമബിൾ ആയിട്ടുള്ള സാധനം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. പിന്നെ കാർബണുമായിട്ട് അടിപൊളി സാധനം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കാർബൺ 2 കാർബണും ഒരു OHഉം കൂടെ വന്നാൽ ഇത് C2H5OH, ഇതാണ് ഈത്തൈൽ ആൽക്കഹോൾ. അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന ആൽക്കഹോൾ. പിന്നെ 3 കാർബണുള്ള ആൽക്കഹോളുണ്ട്. അതിൽ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളാണ്, അതാണ് നമ്മുടെ സാനിറ്റൈസർ. അപ്പം ഇങ്ങനെ കുറേ കാർബൺ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ട്. ഈ കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാവണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഇലക്ട്രോൺ ആവശ്യമുള്ളവർ കാർബണായിട്ട് റിയാക്ട് ചെയ്തിട്ടൊക്കെയാണ് കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. ഇനി ഒരു ചെറിയ കാര്യം കൂടെ അറിയേണ്ടത് എന്നാന്ന് വെച്ചാൽ, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് അല്ലേ. അങ്ങനെ ഇരിക്കെ നമ്മൾ ഫ്ലൂറിനെ എടുത്തു എന്ന് ഓർത്തു. ഫ്ലൂറിന് ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ അതിന് നോബിൾ ഗ്യാസ് സ്റ്റേറ്റ് ആവും. ഫ്ലൂറിന് ഒരു ഇലക്ട്രോൺ കിട്ടണമെന്ന് ഭയങ്കര ആവശ്യമാണ്. ഫ്ലൂറിന് ഒരു ഇലക്ട്രോൺ കിട്ടാനുള്ള തട്ടിപ്പറിക്കുന്നു ആ രീതിയിലിരിക്കുന്ന ആളാണ് ഫ്ലൂറിൻ. അപ്പോൾ അങ്ങനത്തെ കോമ്പൗണ്ട്സിനെ വി കോൾ ദം ആസ് ഇലക്ട്രോ നെഗറ്റീവ് കോമ്പൗണ്ട്സ്. ഫ്ലൂറിൻ ഈസ് വെരി ഇലക്ട്രോ നെഗറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫ്ലൂറിൻ ഈസ് വെരി ഇലക്ട്രോ നെഗറ്റീവ്. അതേസമയം നിയോൺ എന്ന് പറയുന്ന ആൾ ഇലക്ട്രോ നെഗറ്റീവ് അല്ല, കാരണം അതിനൊരു ഇലക്ട്രോണിൻ്റെ ആവശ്യമില്ല. ആൻഡ്
sodium is the opposite of fluorine. It's electropositive. അതിന് ആ ഇലക്ട്രോണിനെ കളയണം എന്നുള്ളൊരിതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയും കൂടെ ഉണ്ട്. ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറഞ്ഞാൽ if something is electronegative, it means it wants an electron. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ലെറ്റ്സ് ലുക്ക് അറ്റ് നീ ചോദിച്ച സാധനം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് H2O. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് റിയാക്ട്സ്. So carbon dioxide basically looks like this. It's a carbon and 2 oxygens linked together with a double bond. Instead of നമ്മളിവിടെ കണ്ടൊക്കെ സിംഗിൾ ബോണ്ട് അല്ലേ. I'll tell you what a double bond is. So oxygen എവിടെ കിടക്കണമെന്ന് നോക്ക്. ഓക്സിജൻ ഇസ് ബിഹൈൻഡ് ഫ്ലൂറിൻ. ബിഹൈൻഡ് ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂറിനേക്കാൾ ഒരു ഇലക്ട്രോൺ കുറവ്. ഇറ്റ് ഹാസ് ലൈക്ക് 2 less electrons. സോ ഓക്സിജൻ ലുക്സ് ലൈക്ക് അതിന് സ്മോൾ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട് ആൻഡ് ഔട്ടർ ഷെല്ലിൽ ഇറ്റ് ഓൺലി ഹാസ് ലൈക്ക് 1 2 3 4 5 6 ഇലക്ട്രോൺസ്. 2 കൂടെ മിസ്സിങ് ഉണ്ട്. 2 കൂടെ കിട്ടിയാൽ അതിന് നോബിളായിട്ടുള്ള സ്ട്രക്ചർ അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് വാട്ട് ഇറ്റ് ഡസ് ഇസ് ദാറ്റ് കാർബൺ ആണെങ്കിൽ 4 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. ഓക്സിജൻ ആണെങ്കിൽ 2 വെച്ച് എക്സ്ട്രാ വേണം. സോ വാട്ട് ഇറ്റ് ഡസ് ഇസ് ദാറ്റ് ഈ ഓക്സിജൻ്റെ 2 ഇലക്ട്രോണ് കാർബണുമായിട്ട് ഷെയർ ചെയ്യും. കണ്ടോ ഇങ്ങനെ. ഓക്സിജൻ 6 electrons. അത് തമ്മിൽ ഷെയർ ചെയ്യും. സോ ഈച്ച് ഓക്സിജൻ ഗെറ്റ്സ് 2 extra electrons of the carbon and each carbon gets 2 extra electrons of each oxygen. So carbon has 1 2 3 4 5 6 7 8 and carbon is happy. Oxygen had 6 and it shares 2 extra with carbon. So each oxygen is also happy. Both have 8. So ഇവിടെ 2 ഇലക്ട്രോൺ സൈമൾട്ടേനിയസ്ലി ബോണ്ട് ചെയ്യുന്ന കാരണം ഇറ്റ്സ് കോൾഡ് എ ഡബിൾ ബോണ്ട്. സോ അത് കാരണം ഇങ്ങനൊരു സ്ട്രക്ചറാണ് കാർബൺ ഡൈ ഓക്സൈഡിന് വരുന്നത്. ഓക്കെ, സോ വി ഹാവ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. ഇനിയും ആസ് എ സെഡ് ഏർലിയർ ഇലക്ട്രോണെ ഞാൻ വലിച്ചെടുക്കാനുള്ളൊരു താല്പര്യത്തിനാണ് നമ്മൾ ഇലക്ട്രോണെഗറ്റിവിറ്റി എന്ന് പറയാം. അപ്പോൾ ഓക്സിജന് 2 ഇലക്ട്രോണ് ആവശ്യമുണ്ട്. സോ ഓക്സിജന് ഇലക്ട്രോണെ കിട്ടാൻ ഇഷ്ടമുള്ള ആളാണ്. ഓക്സിജൻ ഇസ് ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഓക്സിജൻ ഇങ്ങനെ ഇലക്ട്രോൺസിനെ അതിൻ്റെ അടുത്തേക്ക് വലിക്കാനുള്ളൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമല്ലേ ഓക്സിജൻ കാർബൺ. ഓക്സിജൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ കാർബൺ. എന്ന് വെച്ചാൽ ഈ നോബിൾ ഗ്യാസസിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ്. ഫ്ലൂറിൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഓക്സിജൻ. ഓക്സിജൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ നൈട്രജൻ. നൈട്രജൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ കാർബൺ. Carbon is like not very electronegative. Fluorine is extremely electronegative. Oxygen is comparatively electronegative. അപ്പോൾ ഇങ്ങനൊരു ബോണ്ടിൽ ഇമാജിൻ ലൈക്ക് ദേ ആർ like tugging these 2 electrons together. Oxygen wants the electron more, so it pulls this electron towards here. It pulls the electron towards itself because it is more interested in electrons than carbon. It's more electronegative. It wants more electrons. So it basically pulls it together. And what happens when you pull electrons? So electrons are like negative charges. Imagine there are like a bunch of electrons and plus charges here. It's like something എന്തെങ്കിലും ഒരു സാധനമാണെന്ന് വിചാരിക്കും. അതിനകത്തുനിന്ന് ഞാൻ കുറേ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് വലിച്ചെടുത്തു, ഒരു സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചെടുത്തു എന്ന് ഓർത്തു. അപ്പോൾ ഒരു സൈഡ് നെഗറ്റീവ് ചാർജഡും ഒരു സൈഡ് പോസിറ്റീവ് ചാർജഡും ആയില്ലേ. ഇതൊരു ന്യൂട്രലായിട്ടുള്ളൊരു സാധനമാണ്, അവിടെ മിക്സ് ആയിട്ടിരിക്കുക. പക്ഷേ അതിനകത്തുനിന്ന് ഇലക്ട്രോൺസിനെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും ആ സൈഡ് നെഗറ്റീവും മറ്റേ സൈഡ് പോസിറ്റീവ് ആകത്തില്ലേ. സോ സിമിലർലി ഇവിടുന്ന് ഓക്സിജൻ ഇങ്ങനെ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ ഇലക്ട്രോണെ വലിച്ചെടുക്കുമ്പോഴത്തേക്കിന് ഇവിടുന്ന് കാർബണിൻ്റെ അടുത്തുനിന്ന് ഇലക്ട്രോൺസിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞിട്ട് അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചാർജ് ഉണ്ടാകും.
കാരണം കാർബണിൻ്റെ നെഗറ്റീവ് നെഗറ്റീവ് കുറയുമ്പോഴത്തേക്കിന് അത് പോസിറ്റീവാകും, കൂടുതൽ പോസിറ്റീവാകും റാദർ ദാൻ ദ ന്യൂട്രൽ സ്റ്റേറ്റ്. സോ ഓക്സിജൻ അതിൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺസിനെ വലിച്ചിട്ട് കാർബൺ ഒരു മൈൽഡ് പോസിറ്റീവ് ഒരു ചെറിയ പോസിറ്റീവ് ആക്സെൻറ്റ് കൊടുക്കുക. അങ്ങനെ ഇരിക്കുകയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അടുത്ത് ഈ പറഞ്ഞ H2O ഉണ്ട്. H2O എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ഓക്സിജൻ്റെ 2 ഇതിലേക്ക് ഹൈഡ്രജനെ ഷെയർ ചെയ്തിട്ടാണ് H2O ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന H2O ഇതുമായിട്ട് റിയാക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഓക്സിജൻ്റെ 2 വേക്കൻറ്റ് സ്പേസസിൽ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണെ ഷെയർ ആക്കിയിട്ടാണ് H2O, ലൈക്ക് ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടാണ് H2O ഉണ്ടാക്കിയേക്കുന്നത് ഇങ്ങനെ. അപ്പോൾ അതിനകത്ത് ബാക്കി 2 2 4 1 2 3 4 4 6 ഒരു സെക്കൻഡ്, 1 2 ബാക്കി 4 ഇലക്ട്രോൺ അവിടെ വെറുതെ കിടപ്പുണ്ട്. അപ്പോൾ ദോസ് ആർ കോൾഡ് ലോൺ പെയർസ്. അതായത് ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ 2 എണ്ണമായിട്ട് വെറുതെ ഒന്നും ചെയ്യാതെ 2 എണ്ണം വീതം ഇവിടെ ഇരിപ്പുണ്ട്. ദോസ് ആർ കോൾഡ് ലോൺ പെയർസ്. സോ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. സോ ലോൺ പെയർസ് ആർ ലൈക്ക് ബേസിക്കലി ഇലക്ട്രോൺസ്, റൈറ്റ്? ദേ ആർ നെഗറ്റീവ് ചാർജ്. Electrons are negative charge, and there is just one thing in chemistry. There is only one thing happens in chemistry. As like plus and minus are in love, they want to go with each other and become neutral, noble gas state. After all, that's chemistry. Everything that happens in chemistry is because of this thing. Plus and minus wants to get together. Opposites attract. North pole gets attracted to south pole, other and the plus charge gets attracted to negative charge. So electrons are like negative charge, and carbon ചെറിയ പ്ലസ് ചാർജ് ഉണ്ട് because these oxygen are pulling. What happens is ഈ lone pair electrons comes and attacks over here. It comes and attacks over here and okay, bear with me with this shit, yeah. What happens is carbon at a time 4 bond maximum പറ്റത്തുള്ളൂ because it has like it only has like 4 electrons, so it can only form 4 covalent bonds. Did I use the word covalent over here? So there's ionic bond, and carbon bonds are called covalent bonds, yeah. Covalent means sharing. Okay, so oxygen comes and attacks carbon. Oxygen comes and attacks carbon. I'll tell you what happens. അപ്പോൾ ഈ ഓക്സിജൻ ഈ വെള്ളത്തിൻ്റെ കോമ്പൗണ്ടും വെള്ളത്തിൻ്റെ സാധനം ഇവിടെ വരും, ഡബിൾ ബോണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ അറ്റ് ടൈം can't form 5 these things at the same time. So what happens is that ഒരു ഡബിൾ ബോണ്ട് ലൈക്ക് ബ്രേക്സ് വിത്ത് കാർബൺ ആൻഡ് ഗോസ്, അതിനകത്ത് ഇലക്ട്രോണ് ഓക്സിജൻ അങ്ങ് വലിച്ചെടുക്കും. സോ ഇറ്റ് ബിക്കംസ് ലൈക്ക് ബോണ്ടോ O H O, ആൻഡ് ഇവിടെ കടന്ന ഇലക്ട്രോണ് ഇതെടുത്തിട്ട് അത് മൈനസ് ആവും ബിക്കോസ് ഇറ്റ്സ് എ ഇലക്ട്രോൺ. അതിങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കിന് മൈനസ് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വരുന്ന കാരണം അവിടെ ഒരു മൈനസ് ചാർജും കൂടെ വരും. സിമിലർലി ഓക്സിജൻ ക്യാനോട്ട് ഹാവ് 3 ബോൺസ് അറ്റ് ദ സെയിം ടൈം. അത് കാരണം അതൊരു ഹൈഡ്രജനെ പുറത്തേക്ക് വിടും, ഒരു ഹൈഡ്രജനെ പുറത്ത് ആ സൊല്യൂഷനകത്തേക്ക് വിടും. അപ്പോൾ H goes out as H+. കാരണം എച്ചിനകത്ത് ഒരു ഇലക്ട്രോൺ ഓക്സിജൻ ഉണ്ടായിരുന്നു, അതെടുത്ത് ബിക്കോസ് H+ ആയിട്ട് ഇങ്ങനെ പുറത്ത് ആ സൊല്യൂഷനകത്ത് ഇങ്ങനെ ഓടിക്കിടക്കും. See, there is H+ and O- here, and I told you chemistry is love story between plus and minus, so they go together. So it becomes COOH, and ഈ എച്ചും
ഈ H plus O minus കൂടെ ചേർന്നിട്ട് it also becomes OH. So this thing is formed. That thing is called carbonic acid. That is H2CO3. H2CO3 is carbonic acid is formed when carbon dioxide reacts with water. It's an acid. Acids are thing which like releases H plus ions. H plus നെ പുറത്ത് കൊടുക്കുന്ന ആളാണ് ആസിഡ്. ഫോർ എക്സാമ്പിൾ H2SO4 is an acid. HCl is an acid. What they do is like ഇത് വെള്ളത്തിലേക്ക് ഇടുമ്പോഴത്തേക്കിന് ഇട്ട് ക്വിക്ക്ലി ബിക്കംസ് H plus and Cl minus. ആ ബോണ്ട് ബ്രേക്ക് ആയിട്ട് H പ്ലസിനെ റിലീസ് ചെയ്യുന്ന ആളാണ് ആസിഡ്. ദിസ് തിങ് ഓൾസോ ഇസ് ലൈക്ക് എ വെരി വീക്ക് ആസിഡ്, ഡസ് നോട്ട് വാണ്ട് ടു റിലീസ് H plus ദാറ്റ് മച്ച്. H പ്ലസിനെ റിലീസ് ചെയ്ത വാട്ട് happens is that it becomes something like OH and O minus and H plus. H plus goes into the water solution. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സാധനങ്ങളൊക്കെ നടക്കുന്നത്. That's like a basic introduction to the whole of chemistry, and you don't have to understand all of that. You will and this video will be very helpful to you when you are in like 11th class.